സ്തോത്രം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ, ചീത്തോടെ നടത്തട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ, ദൈവത്തിന് പ്രവർത്തിച്ചത് ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായിരുന്നു. ഭൂമി എന്തായിരുന്നു? പാഴും ശൂന്യവും ഒക്കെ ആയിരുന്നു. എന്നാൽ സകലത് ഉളവാകട്ടെ എന്ന് ദൈവം പറഞ്ഞപ്പോൾ സകലത് ഉളവായി. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും പക്ഷിമൃഗാദികളെയും എല്ലാം മനുഷ്യന് ജീവിക്കാൻ വേണ്ടി എല്ലാം തന്നെ ദൈവം തമ്പുരാൻ ഉണ്ടാക്കുകയാണ് ചെയ്തത്. സൂര്യനും ചന്ദ്രനും ഇല്ലാതെ പറ്റത്തില്ലായിരുന്നല്ലോ. അപ്പോൾ സൂര്യൻ, ചന്ദ്രൻ, അതേപോലെ നമുക്ക് വേണ്ടുന്ന പാർപ്പിടങ്ങൾ എല്ലാം സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ പ്രവൃത്തി കൊണ്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആദാമിനെ സൃഷ്ടിച്ചത് ആരാണ്? ദൈവമാണ്. ഹൗവായെ സൃഷ്ടിച്ചത് ആരാണ്? ദൈവമാണ്. അവരെ പാർപ്പിക്കാൻ വേണ്ടിയിട്ടൊരു തോട്ടം ഉണ്ടാക്കി. ആ തോട്ടത്തിൻ്റെ പേരാണ് ഏദൻ തോട്ടം. നല്ല ഫലഭൂയിഷ്ടമായ വൃക്ഷങ്ങളുള്ള ധാരാളം ഫ്രൂട്ട്സുകളൊക്കെ ഉള്ള ഒരു തോട്ടമായിരുന്നു. ആ തോട്ടത്തിൽ അവർക്ക് ദൈവത്തിന് ഒന്നും കൊടുക്കണ്ട. അവർ എന്നും അവിടെ സന്തോഷമായിട്ട് അവർക്ക് താമസിക്കാമായിരുന്നു. പക്ഷേ തിന്നരുതെന്ന് പറയുന്ന വൃക്ഷത്തിന് ഫലം പറിച്ച് അവർ തിന്നു. അത് അനുസരണക്കേടാണ് അവർ കാണിച്ചത്. അതുകൊണ്ടാണ് ദൈവം തമ്പുരാൻ ആദാമിനെ ഹൗവായെയും ഏദൻ തോട്ടത്തിന് പുറത്താക്കിയത്. അതാണ് നമ്മൾ അനുസരണമുള്ളവരായി തീർന്നാൽ ദൈവത്തിന് എന്നാ സന്തോഷമാണ് തരും. നമ്മുടെ ജീവിതത്തിൽ അനുസരണം, നമ്മളാരെ ദൈവത്തെ അനുസരിക്കണം, നമുക്ക് നൽകി തന്നിട്ടുള്ള മാതാപിതാക്കളെ അനുസരിക്കണം. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നമ്മളെ ബഹുമാനിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ വിഷയങ്ങളൊക്കെ ഏറ്റെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണം. നമുക്കൊരു വിഷയം കിട്ടിയാൽ നമ്മൾ ആ വിഷയം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവം ധാരാളമായി നമ്മളെ അനുഗ്രഹിക്കും, ജയത്തോടെ നടത്തും. എന്ത് നമുക്ക് ആവശ്യം എന്താ, ഓരോ വ്യക്തികൾക്കുണ്ടല്ലോ ആവശ്യങ്ങൾ. ആ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തിൻ്റെ ഉപയോഗിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നോക്കിക്കേ, അത് ദൈവം നമുക്ക് നിറവേറ്റി തരികയാണ് ചെയ്യുന്നത്. അതാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ആദാം 930 വർഷം വരെയും ആദാം ജീവിച്ചിരുന്നു. മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും എല്ലാം കണ്ട് എല്ലാ സ്വഭാവങ്ങളും കണ്ടതിന് ശേഷമാണ് ആദാം ഈ ലോകം വിട്ട് പോയത്. അപ്പോൾ ഈ ലോകത്തിൽ ദീർഘായുസ്സോടുകൂടി ജീവിക്കുന്ന എത്രയോ മാതാപിതാക്കളെ നമ്മൾ കാണുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. ആയുസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. ധാരാളമായി എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. സ്തോത്രം.